കൺഗ്രാചുലേഷൻസ്. ഇപ്പോഴാടാ നീ എന്റെ മോനായത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തു. ഇനി അഞ്ജലിക്ക് വലതുകാലെടുത്ത് വെച്ച് അകത്തേക്ക് പ്രവേശിക്കാം. ഇന്നു മുതൽ നീയാണ് എന്റെ രണ്ടാമത്തെ മരുമകൾ. രമ്യേ, വധൂവരന്മാർക്ക് കഴിക്കാൻ പാലും പഴവും എടുക്കും. കൂടെ ഒരല്പം സീഡ്സ് കൂടി ആയിക്കോട്ടെ. നിറയെ മധുരം കഴിച്ചുകൊണ്ട് തന്നെ ആവട്ടെ യുവമിഥുനങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്, അല്ലേ? എന്നാ പിന്നെ ഉച്ചയ്ക്ക് ഗ്രാൻഡ് ഒരു പായസം കൊണ്ടും ആവാം. അതിനെന്താ? നല്ല അടപ്രഥമൻ തന്നെ ആയിക്കോട്ടെ, അല്ലേ? ആയിക്കോട്ടെ, അതിനെന്താ? ചെല്ല് മക്കളെ, വാ വാ, ചെല്ല് ചെല്ല്. ഇയാളുടെ കാര്യം താഴോട്ട് പോയി നോക്കാം. ഇരിക്ക്. അല്ലടാ മോനെ അർജുനെ, ദേ സത്യമായിട്ടും നീ എന്നോട് ഇത്രമാത്രം അനുസരണ കാണിക്കുമെന്ന് ഞാൻ കരുതിയിട്ടേയില്ല. നീ ആളും മിടുക്കനാടാ. അതുകൊണ്ടാണല്ലോ പത്മ കേസ് ജയിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നീ ഇവളെ വളച്ചൊടിച്ച് മെരുക്കി എടുത്ത് കൊണ്ടുവന്നത്.
അച്ഛൻ എന്തൊക്കെയാ പറയണേ? നീ എന്റെ കണക്ക് കൂട്ടിലൊക്കെ കറക്റ്റ് ആക്കിടാ. ബുദ്ധിയുടെ കാര്യത്തിൽ അഭിലാഷല്ല, നീയാണ് എന്റെ യഥാർത്ഥ മോനെന്ന് ഞാൻ പറയും. ബ്രില്യൻ ബോയ്. ഓ, അപ്പൊ അതായിരുന്നു അങ്കിളിന്റെ സ്കീം. ഓ, അപ്പൊ വളർത്താൻ വേണ്ടിയല്ല, കൊല്ലാൻ വേണ്ടി അങ്കിൾ അഞ്ജലിയെ കൂട്ടിൽ കയറ്റിയത്. രാഘവ, തന്റെ മോനെ ജീവനോടെ ഉരുട്ടിയെടുത്ത് എന്റെ മോളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നേദിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലടോ? എടോ, എന്നെയും എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഈ ഒരുമ്പെട്ടവളെ തന്റെ മോനെ കൊണ്ട് കെട്ടിക്കാനാണോ താൻ എന്തോ മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത്? തന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഈ ഞാൻ ആരാണെന്ന് താൻ ഇനി ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്കിളെ, അങ്കിളൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇനി ഒരു കോപം പറയണ്ട. എടി, നീയും നിന്റെ ഈ വാക്കിന് വിലയില്ലാത്ത അമ്മാവനും കൂടി എന്നോട് കുറെ പണഞ്ഞതാ. മതി, കേട്ടിടത്തോളൊക്കെ മതി എനിക്ക്. അങ്കിളെ, അതല്ല, കാര്യമുണ്ട്. ഞാനല്ലേ വിളിക്കുന്നേ. പ്ലീസ് ഒരു 5 മിനിറ്റ് ഒന്ന് വന്നേ. അങ്കിളെ വാ, പ്ലീസ് അങ്കിൾ, വാ, നടക്ക്, ഒന്ന് വാ അങ്കിൾ, വാ, നടക്ക് നടക്ക് അങ്കിൾ, നടക്ക്. ഞാനൊന്ന് പറയട്ടെ അങ്കിൾ, നടക്ക്, നടക്ക് നടക്ക്, പ്ലീസ് നടക്ക്. ചേട്ടാ, ഇതെന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? നീ എന്താടി പെണ്ണ കരുതിയത്? പത്മ കേസ് അങ്ങ് ഈസി ആയിട്ട് ജയിക്കാമെന്നു. എന്നിട്ട് നീ വെല്ലുവിളിച്ചതുപോലെ ഈ അഡ്വക്കറ്റ് രാഘവനുണ്ണി വക്കീൽ കോട്ട് ഊരി വെച്ച് അങ്ങ് രാമേശ്വരത്ത് പോട്ട് പറപ്പിക്കണ്ടതേ. എന്റെ മോന്റെ കയ്യും പിടിച്ച് നീ വീട്ടിൽ വന്ന് കയറിയതോടെ നീ തീർന്നടി പെണ്ണെ, തീർന്നു. You are finished. Finished forever. ഇനി നിന്റെ ജീവിതം കോടതി വരാന്തയിലല്ല, ഇവിടെ ഈ ശംഖ് ചക്രത്തിന്റെ അടുക്കള വരാന്തയിൽ. ദേ, ഇനി നിന്റെ സ്പേസേ അവിടെയാ, അടുക്കള പുറത്ത്. മനസ്സിലായോടി അഡ്വക്കറ്റ് ചുണ്ടടി?
നീയും നിന്റെ ആ നെറുകെട്ട അമ്മാവനും പറയുന്ന ഒരു ന്യായവും എനിക്കിനി കേൾക്കണ്ട. കേട്ടിടത്തോളമൊക്കെ തന്നെ മതിയായി. കേക്ക് മാത്രമല്ല, ഇന്നിപ്പൊ കാണുകയും ചെയ്തു എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട്. അങ്കിൾ പ്ലീസ്. നിന്റെ ഒരു പ്ലീസും ഇല്ലാന്ന് പറഞ്ഞില്ലേടി? വെറും 10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. അർജുന്റെയും കാവ്യയുടെയും കല്യാണം നടത്താൻ വേണ്ടിട്ട് എന്തോ മാസ്റ്റർ പ്ലാനും കുന്തവും കൊടച്ചക്കറും ഒക്കെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നിന്റെ അമ്മായിയപ്പൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോയിട്ട്, എന്നിട്ടിപ്പോ കള്ളക്കല്യാണം നടത്തിയിട്ട് വന്ന മോനെ പിടിച്ച് മടിയിലിരുത്തി അഭിനന്ദിക്കുന്നു. അതും എന്നെയും എന്റെ പിള്ളേരെ ഇല്ലാതാക്കാൻ നടക്കുന്ന ആ അഡ്വക്കേറ്റ് അഞ്ജലി ഈ വീട്ടിൽ കയറ്റി കുടിയിരുത്തിയിട്ട്. ഇനി നീ പറ, ഇതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? അരി ആഹാരം തന്നെയാണ് ഞാനും കഴിക്കുന്നത്. പോയി പറഞ്ഞുതരാ പറട്ട വക്കീലിനോട്, രാഘവനോട്. അവന്റെ വേണ്ട, മനസ്സിൽ ചീത്ത പറഞ്ഞോ, അലറി വിളിച്ചോ, ദേഷ്യം മുഴുവൻ കഴിഞ്ഞെങ്കിൽ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അങ്കിൾ കേൾക്കണം പ്ലീസ്. കേക്ക, അതിന് വേറെ ചെലവൊന്നുമില്ലല്ലോ. പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിച്ചേ പറ്റൂ. വേലി ചാടിയ പശുവിന് പത്തല് കൊണ്ട് മരണം, അതാണ് പ്രകൃതി നിയമം. അഡ്വക്കറ്റ് അഞ്ജലിയുടെ കാര്യത്തിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഡോഡോ രാഘവ, തന്റെ ഈ ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ മകൻ തന്നോടും തന്റെ മകളോടും കാണിച്ച നെറുകേടിന് ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു. മാപ്പ്. എടോ കുറുപ്പേ, അവൻ ആ അഞ്ജലിയെയും കെട്ടി ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല വിശ്വംഭര. ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ ഈ പറയുന്നത് താനൊന്ന് വിശ്വസിക്കേ. വിശ്വസിച്ചു. അതുകൊണ്ടായിരിക്കും താൻ തന്റെ മകനെ പിടിച്ച് മടിയിലിരുത്തി താൻ എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ. താനൊന്ന് അടങ്ങ്. വെറുതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും നടക്കൂ? കുറുപ്പെ, താൻ തന്റെ രാഷ്ട്രീയക്കാരുടെ വെട്ടൊന്ന് മുറി രണ്ട് ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി പിടിക്കേ. ആൻഡ് തിങ്ക് പോസിറ്റീവ് പ്ലീസ്. നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവൻ പോയി വേറെ വിവാഹം കഴിച്ചു എന്ന് മാത്രമേ താനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ കല്യാണം കഴിച്ചത് ആരെയാണ്? അഡ്വക്കറ്റ് അഞ്ജലിയെ. അതോടെ തന്റെ മകൻ ജയിച്ചു. അവന്റെ കേസിൽ താൻ ജയിച്ചുടോ കുറുപ്പേ. ഇനി അവൻ ഫ്രീയാണ്. കോടതിയിൽ ആ കേസ് തള്ളും. അതേടോ, ട്രസ്റ്റ് മീ. അഞ്ജലി ഈ വീട്ടിൽ എന്റെ മരുമകളായി വന്നു കയറിയതോടുകൂടി പൊതുസമൂഹത്തിനും വക്കീൽ സമൂഹത്തിനും അവളുടെ വിശ്വാസ്യത തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറും. ഒപ്പം ഈ ശംഖുചക്ര തറവാടിന്റെ ഗൃഹനാഥനും അവന്റെ അച്ഛനുമായ ഞാൻ തന്നെ ഒരു വേലി കെട്ടും അവൾക്ക് ചുറ്റും. അവൾ ഇനി ഈ വീട് വിട്ട് കോടതിയിലേക്ക് പോകരുത്. അതോടെ തീരും അവളുടെ നകളിപ്പ്. എടോ, അതാണ് ഞാൻ ഇതിൽ കണ്ട കൗശലം. ഇപ്പൊ മനസ്സിലായോ തനിക്ക്? എടോ, എന്നാലും ഒരെന്നാലും ഇല്ല. ഞാൻ ഈ പറഞ്ഞ പദ്ധതികളെല്ലാം മനസ്സിൽ കണ്ടിട്ട് തന്നെയാ അർജുനെയും അഞ്ജലിയെയും ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണോ താനെന്നെ? അങ്കിൾ, അങ്കിൾ ഒരു ജീനിയസാ. വക്കീലന്മാരുടെ വക്കീലെന്ന് ഞാൻ പറയും. സൂപ്പർ. എന്ത് സൂപ്പർ? കേസ് ജയിച്ചാലും എന്റെ കാവ്യമോളുടെ ജീവിതം കൈവിട്ടു പോയില്ലേ? അതിനാര് സമാധാനം പറയും? ഞാൻ വേണ്ടേ ഇനിയും അവളുടെ കണ്ണുനീര് കാണാൻ? ഒരു കണ്ണീരും കാണണ്ട, ഒന്നും കൈവിട്ട് പോകുകയില്ല. അതിനുള്ള വഴിയും കൂടി കണ്ടിട്ടുണ്ട് ഞാൻ. എന്ത് വഴി? പശുവും ചത്തു, മോരിന്റെ പുളിയും പറ്റി. ഇനിയും എന്ത് വഴിയുണ്ടെന്നാ താനീ പറയുന്നേ? പറയാം.
എന്ത് വഴി? പശുവും ചത്തു, മോരിന്റെ പുളിയും പറ്റി. ഇനിയും എന്ത് വഴിയുണ്ടെന്നാ താനീ പറയുന്നേ? പറയാം. എടോ, ആണൊരുത്തിനോടൊപ്പം ഒരു പെണ്ണ് വീട് വിട്ട് ഇറങ്ങി പോരണമെങ്കിൽ അതിന്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട്. വിശ്വാസം എന്നാണ് ആ അടിസ്ഥാനത്തിന്റെ പേര്. അവൾക്ക് അവനോടുള്ള അചഞ്ചലമായ വിശ്വാസം, റൈറ്റ്? എന്നാൽ അർജുൻ അഞ്ജലിയോടുള്ള വിശ്വാസത്തിന്റെ ആണിക്കല്ല് ഇളക്കാനുള്ള നമ്പർ ഇട്ടുകൊടുത്തിട്ടാ ഞാൻ ഇപ്പൊ തന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുന്നത്, അല്ലേ? ആ താങ്കള് പറഞ്ഞത് കറക്റ്റാ. പെണ്ണൊരുത്തനെ ഒരിക്കൽ അവിശ്വസിച്ചാൽ അതോടെ കഴിഞ്ഞു അവന്റെ കഥ. നമ്മുടെ ഈ കാർത്തിക് പത്മ കേസ് കോടതി തള്ളിക്കളയുന്നതിന് മുൻപ് തന്നെ അർജുൻ അഞ്ജലിയുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. കേസ് കഴിയുന്നതോടെ അഞ്ജലിയെയും നമ്മൾ അവസാനിപ്പിച്ചിരിക്കും. അതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. ഇപ്പൊ മനസ്സിലായോടോ കുറുപ്പ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം? വേലി ചാടിയ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് കോല് കൊണ്ടാണ് മരണം. അത് കഴിഞ്ഞാണ് നമ്മൾ അർജുനെ കൊണ്ട് കാവ്യയെ കല്യാണം കഴിപ്പിക്കുന്നത്. എന്താ ഇപ്പൊ സന്തോഷമായില്ലേ തനിക്ക്? അല്ലടാ മോനെ അർജുനെ, സത്യമായിട്ടും നീ എന്നോട് ഇത്രമാത്രം അനുസരണ കാണിക്കുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. അതുകൊണ്ടാണല്ലോ പത്മ കേസ് ജയിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നീ ഇവിടെ വളച്ചൊടിച്ച് പെരുക്കി എടുത്ത് കൊണ്ടുവന്നത്. ഇനി നിന്റെ ജീവിതം കോടതി വരാന്തയിലല്ല, ഇവിടെ ഈ ശംഖ് ചക്രത്തിന്റെ അടുക്കള വരാന്തയിൽ. അഞ്ജലി, പ്ലീസ് ദയവ് ഇത് താൻ എന്നൊന്ന് വിശ്വസിക്കേ. അച്ഛൻ പറഞ്ഞൊന്നും സത്യമല്ല. ഇതൊരു നാടകമോ പ്ലാനോ ഒന്നുമല്ല. മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാ അച്ഛൻ ഇങ്ങനെ. വേണ്ട. ദയവ് ഇത് താൻ എന്നൊന്ന് വിശ്വസിക്കേ. അച്ഛൻ പറഞ്ഞൊന്നും സത്യമല്ല. ഇതൊരു നാടകമോ പ്ലാനോ ഒന്നുമല്ല. മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാ അച്ഛൻ ഇങ്ങനെ. വേണ്ട. താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വന്നത്. ഇനിയും തന്നെ വിശ്വസിക്കാൻ എനിക്ക് ആവില്ല അർജുൻ. താനെ ആ അഡ്വക്കേറ്റ് രാഘവനുണ്ടിക്ക് വേണ്ടി കയ്യാൾ പണി ചെയ്യുമായിരുന്നു, എന്നെ ബലിയാടാക്കിക്കൊണ്ട്. അയ്യോ, അങ്ങനൊന്നും അല്ല. ഞാൻ തന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ, തന്നെ നഷ്ടമാവുന്നുള്ള പേടിയുണ്ട്. ഞാൻ ചിലതൊക്കെ തന്നോട് മറച്ചു വെച്ചെന്നുള്ളത് നേരാ. പക്ഷേ തന്നെ താലി കെട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ തന്നോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഒന്നും ഒളിച്ചു വെച്ചിട്ടുമില്ല. അപ്പൊ തന്റെ അച്ഛൻ പറഞ്ഞതോ? അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്, ഒരാള് പോലും നിഷേധിച്ചില്ലല്ലോ. എനിക്കറിയില്ല അഞ്ജലി, അച്ഛൻ എന്തിനങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. ഞാൻ തന്നോടൊപ്പം ഈ വീട്ടിൽ വന്ന് കയറുന്നത് വരെ അച്ഛന് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തിനാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അർജുൻ. ഇനി മനസ്സിലാവാനുള്ളതേ ഒന്നും മാത്രം. ഈ പ്രേമ നാടകത്തിന് പിന്നില് അർജുൻ ഒറ്റയ്ക്കായിരുന്നോ? അതോ അച്ഛനും മകനും എന്റെ ആ ചേച്ചി അനുപമയും കൂടി ചേർന്ന് നടത്തിയ നാടകമാണോ? ഈശ്വര, ഞാനിനി എന്ത് പറഞ്ഞിട്ടാ തന്നെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക? ശരി,
നമുക്കൊരു കാര്യം ചെയ്യാം. താൻ എന്നോടൊപ്പം വാ, നമുക്ക് ഒരുമിച്ച് അച്ഛനോട് ചോദിക്കാം. അച്ഛൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന്. എന്തിന്? നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നപ്പോ തന്നെയാണല്ലോ തന്റെ അച്ഛൻ തന്നോടൊപ്പം ഉള്ള പ്രേമ നാടകം വിജയിച്ച കഥ പറഞ്ഞത്. ശ്ശേ, പോരാത്തതിന് തന്റെ കണക്കൂട്ടലുകൾക്കപ്പുറം ചെന്ന വിജയശ്രീലാളിതനായ മകനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇനി അതേ അച്ഛനോട് വീണ്ടും ആ കഥ പോയി ചോദിച്ചിട്ട് എന്തറിയാൻ അർജുനെ? വീണ്ടും പരിഹാസം കേൾക്കാനാണോ? എന്റെ ഈശ്വര, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. എന്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബുദ്ധിയുള്ളവര് മറ്റുള്ളവരുടെ അനുഭവം കണ്ട് പഠിക്കുന്നു, ബുദ്ധിയില്ലാത്തവര് സ്വന്തമായിട്ട് അനുഭവം വരുമ്പോ അതിന്ന് പഠിക്കുന്നു. പക്ഷെ ചിലർ എത്രയൊക്കെ അനുഭവിച്ചാലും പഠിക്കില്ല. അവരെ നമ്മൾ വെട്ടികളെന്ന് വിളിക്കുന്നത്. ആ പറഞ്ഞത് കറക്റ്റ്. വിഡ്ഢിയായ അഡ്വക്കേറ്റ് അഞ്ജലിയും മിടുക്കനായ അർജുൻ രാഘവും. ഐ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ദീർഘനാൾ ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരൻ ഇടവരുത്തട്ടെ. ഓൾ ദ വെരി 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 ബെസ്റ്റ്. എന്താ അച്ഛൻ തന്നെയാണോ ഈ പുതിയ നാടകത്തിന്റെ പിന്നിൽ? അതോ അച്ഛനും മകനും കൂടി ചേർന്നാണോ കഥ, തിരക്കഥ, സംഭാഷണം തയ്യാറാക്കിയത്? നമ്മൾ ഈ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നീറ്റലുണ്ടല്ലോ, അത് നീ ഇനി അനുഭവിക്കും.